കാരിത്താസ് ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പ്. കോട്ടയത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സെൽഫ് ടോക്കൺ സർവീസ് ഫോർ പേഷ്യൻസിന്റെ സൗകര്യാർത്ഥം അവർക്ക് ക്യൂ കൂടാതെ വളരെ ഈസി ആയിട്ട് ടോക്കൺസ് എടുക്കാൻ പറ്റുന്ന കിയോസ്കി എന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കിയോസ്കി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. കിയോസ്കിയിലൂടെ 6 സർവീസ് ആണ് പേഷ്യൻസിന് കിട്ടുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ്, സർവീസസ്, ഡിപ്പോസിറ്റ്, IP, എൻക്വയറി, ഫീഡ്ബാക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റ്സും IP, എൻക്വയറിയാണ്. ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അപ്പോയിന്റ്മെന്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഹോസ്പിറ്റൽ രജിസ്റ്റർ നമ്പർ അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇനി അറിയില്ല എന്നാണെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളൊരു ഓപ്ഷൻ അവിടെ കാണാം. മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചതിന് ശേഷം സെർച്ച് അല്ലെ കണ്ടിന്യൂ ചെയ്യുക. ആ ഒരു മൊബൈൽ നമ്പറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഫൈൽസും നമുക്കതിൽ കാണാം. അതിൽ ഏത് പ്രൊഫൈലാണോ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് ആ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ദെൻ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നിങ്ങൾക്ക് കാണാം. ഈ ഒരു ആരോ മാർക്കുകൾ ഞെക്കി കഴിയുമ്പോൾ താഴോട്ട് വീണ്ടും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാവുന്നതാണ്. ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കുള്ളത് തോമസ് ജോസഫ് സാറും തോമസ് മാത്യു സാറുമാണ്. ഞാൻ തോമസ് ജോസഫ് സാറിനെ ചൂസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് 28 ദിവസം മുമ്പ് വരെയുള്ള അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ഞാൻ നാളത്തേക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. സോ നമ്മളതിൽ പേ അറ്റ് കൗണ്ടർ എന്നുള്ള ഓപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ആയിട്ട് കാണിക്കും. ടൈമും ഡേറ്റും എല്ലാം ഉൾപ്പെടെ. പിറ്റേ ദിവസം വന്ന് നമുക്ക് ഇതിൻ്റെ ടോക്കൺ എടുക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. ഏത് ഡോക്ടറിൻ്റെ ആണോ ഡോക്ടറെ ചൂസ് ചെയ്യുക. നമ്മുടെ അന്നത്തെ ഡേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബുക്കിംഗ് അവരൊന്നുകൂടെ നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും. നിങ്ങൾ പേയ്മെൻറ്റിലേക്ക് റെഡി ആണോ, ഇതാണ് നിങ്ങളുടെ ടോക്കൺ നമ്പർ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മളോട് കാർഡ് പേയ്മെൻറ്റ് അല്ല UPI പേയ്മെൻറ്റ് ചോദിക്കും. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേയുടെ UPI ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ UPI കൊടുത്താൽ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോക്കൺ അവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഇനി കാർഡ് സർവീസ് ആണെങ്കിലോ കാർഡ് സർവീസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ നമുക്ക് കാർഡ് മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി കാര്യത്തിൽ വരുമ്പം നിങ്ങൾ എല്ലാവരും ഈ കിയോസ്കി ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയുമല്ലോ അല്ലേ. ബൈ.